24 ബിഗ് ഇമ്പാക്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. വയനാട് സുഗന്ധഗിരിയിലെ സർക്കാർ LP സ്കൂൾ ക്ലാസ് മുറിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മറ്റൊരിടത്തേക്ക് മാറ്റും. 24 വാർത്തയെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. PHC മാറ്റുന്നതുവരെ സ്കൂളിന് അവധി നൽകുന്നതിൽ തീരുമാനമെടുക്കാൻ DDEക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി അറിയിച്ചു. സ്കൂളിൽ കുട്ടികളും സ്കൂൾ കുട്ടികളും കൊച്ചുകുട്ടികളും 1 മുതൽ 4 വരെ പഠിക്കുന്ന കുട്ടികളും പ്രൈമറി ഹെൽത്ത് സെൻ്ററും ഒരു ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് വലിയ പ്രതിഷേധം വന്നിട്ടുണ്ട്. ന്യൂസ് 24 ആണെന്ന് തോന്നുന്നു വാർത്ത പുറത്ത് കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഇപ്പോൾ തന്നെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അതിനുശേഷം കളക്ടറെ വിളിച്ച് സംസാരിച്ചിട്ട് പ്രൈമറി ഹെൽത്ത് സെൻ്ററിന് വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലം ക്രമീകരിക്കണം. ചെറിയൊരു പനി വന്നാൽ പോലും ഇത് കോവിഡ് ആണോ എന്ന് സംശയിക്കപ്പെടുന്ന ഒരു അവസരത്തിൽ കൊച്ചുമക്കളും ആശുപത്രിയും കൂടെ ഒരുമിച്ച് പോകാൻ വേണ്ടി പറ്റില്ല. സ്കൂൾ അടച്ചു പൂട്ടുന്ന കാര്യം വലിയ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഈ പ്രൈമറി ഹെൽത്ത് സെൻ്റർ അടിയന്തരമായിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി നടപടി സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശം കളക്ടർക്ക് നൽകിയിട്ടുണ്ട്. പകർച്ചവ്യാധി സാധ്യതയുള്ള മഴക്കാലത്ത് ചെറിയ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെക്കുറിച്ചായിരുന്നു 24 റിപ്പോർട്ട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത സുർജിത്ത് അയ്യപ്പത്ത് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ, അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഇതിനോടകം പോയി കഴിഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ സുർജിത്ത്. സുഗന്ധഗിരി എന്ന് പറയുന്നത് സുഗന്ധഗിരി കാർഡോം പ്രൊജക്ടിന്റെ ഭാഗമായി ഈ ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് പതിച്ചു നൽകിയ ഭൂമിയാണ്. ഇവിടെ 100% പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത്. ഇവിടുത്തെ വൃന്ദാവൻ ഗവൺമെന്റ് LP സ്കൂളിലാണ് ഈ ഒരു ദുരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 27-ാം തീയതി മുതലാണ് ഇവിടേക്ക് ഈ PHC മാറ്റിയത്. ഒരു ക്ലാസ് മുറിയോട് ചേർന്ന് തന്നെ ഒരേ ഹാളിനകത്ത് തന്നെയാണ് കുട്ടികൾ പഠിക്കുന്നതും ഈ PHC പ്രവർത്തിക്കുന്നതും. അവിടെ PHCക്കുള്ള സ്ഥലം അവിടെ പഴയ PHC കെട്ടിടം അവിടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഇതിനിടയിൽ ഒരു വീട്ടിലാണ് പ്രവർത്തിച്ചിരുന്നത്. ആ വീട്ടിൽ മണ്ണിടിച്ചിലുണ്ടായി മഴയിൽ. അതേ തുടർന്നാണ് ഇവിടേക്ക് മാറ്റുന്നു എന്നുള്ള രേഖാമൂലം അറിയിപ്പ് പോലും നൽകാതെയാണ് കഴിഞ്ഞ 27-ാം തീയതി മാറ്റിയത്. ആ ഘട്ടത്തിൽ അവിടെ പഠനം ഉണ്ടായിരുന്നില്ല, കുട്ടികളാരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനുശേഷം പഠനം തുടങ്ങിയ ജൂൺ 2-ന് സ്കൂൾ തുറന്നു. ആ തുറന്ന ശേഷവും ഇത് അവിടെ തന്നെ പ്രവർത്തനം തുടരുകയായിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ 5-ാം തീയതി ഒരു ഉന്നതതല യോഗം നടന്നു. DDEയുടെയും ഒപ്പം തന്നെ DMOയുടെ പ്രതിനിധിയുടെയും പഞ്ചായത്ത് അധികൃതരുടെയും ഉൾപ്പെടെയുള്ള ഒരു യോഗം നടന്നു. ആ യോഗത്തിലും ഈ കുട്ടികൾക്ക് പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പിടിപെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ യോഗത്തിന്റെ മിനിറ്റ്സിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് PHC മാറ്റാൻ വേണ്ടി തയ്യാറാകാത്തതിന്റെ ആശങ്ക ആളുകൾ പങ്കുവച്ചു. മാത്രമല്ല അവിടുത്തെ ശുചിമുറി അടക്കം അവിടെ എത്തുന്ന രോഗികളെല്ലാം ഉപയോഗിക്കുകയാണ്. സ്വാഭാവികമായും ഈ കോവിഡ് അടക്കമുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരു പകർച്ചവ്യാധി പിടിപെട്ടാൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമായി അത് മാറുമായിരുന്നു. ഇതിനിടയിലാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മൾ വാർത്ത നൽകിയത്. ആ വാർത്തയിൽ ഉടൻ തന്നെ വേഗത്തിൽ പ്രതികരിച്ചത് പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്നുള്ള പ്രഖ്യാപനം നടത്തി. ഇതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെയും പ്രതികരണം വന്നു. എന്തായാലും ആ പ്രതികരണം ആശാവഹമായ പ്രതികരണമാണ്. അതായത് എത്രയും വേഗത്തിൽ അവിടെ നിന്നും ആ PHC മാറ്റുക, അതിനുശേഷം അവിടെ മാറ്റാനുള്ള ആ സമയ കാലയളവിൽ ആവശ്യമെങ്കിൽ സ്കൂളിന് അവധി നൽകുന്ന നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് DDEക്ക് നൽകിയ നിർദ്ദേശം. ആ മന്ത്രിയുടെ ആ ഒരു പ്രതികരണം വളരെ പോസിറ്റീവായ ഒരു പ്രതികരണമാണ്. ഇതിനിടയിൽ ചില വിമർശനം കൂടി ഉയർന്നിട്ടുണ്ട്. ആരാണ് ഇക്കാര്യത്തിൽ അനുമതി നൽകിയത് എന്നുള്ള ചോദ്യം ഉയർത്തുന്നുണ്ട്. ഒന്ന് സ്ഥലം MLA കൂടിയായ T സിദ്ദീഖ്, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ. ഇവർ ചോദിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ഇതിന് അനുമതി നൽകിയത്, ആരോട് കൂടിയാലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഈ PHC പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തതെന്നുള്ള ചോദ്യം കൂടി അവിടെ ശേഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായ അന്വേഷണം വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഉന്മേഷം. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.